നിനക്കായി മാത്രം ഭാഗം 16. വൈകേ, അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ മുകളിൽ നിന്ന് ദാ വിളിക്കുന്നു കൂട്ടുകാരത്തി. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വേണിയുടെ അടുത്തേക്ക് പോയി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വേണിയുടെ കൂടെ പോകുന്നതിന് മുൻപും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ ആ ചേട്ടനോട് എന്താ സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചതല്ല, എനിക്ക് ആളെ നേരത്തെ കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞതാണ്. വൈഗ അങ്ങനെ പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് വേണി ഒന്ന് മൂളി. അവൾ പോയതിന് പിന്നാലെ തന്നെ ഹരി എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. തിരികെ വീട്ടിലേക്ക് പോയി അമ്മയോട് പോകുകയാണ് എന്നൊന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. അവിടെ ഇപ്പോഴും പഴയതുപോലെ നോ മൈൻഡാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്ന് അവൻ അക്കാര്യം കൊണ്ട് ഊഹിച്ചിരുന്നു. ഉള്ളിലൊരു പുഞ്ചിരിയോടെ അവൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. അവനായിരിക്കും സംഗീത ഇതെല്ലാം ചെയ്തത്. എനിക്കിപ്പോൾ അവനെ മാത്രമാണ് സംശയം. അപ്പോഴാണ് പെട്ടെന്ന് താഴെ നിന്ന് അച്ഛൻ്റെ വലിയ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഹരി ഒരു നിമിഷം ഒന്ന് ഭയന്നു. ആ പറയുന്നത് തന്നെക്കുറിച്ചാണോ എന്നായിരുന്നു അവൻ്റെ ചിന്ത മുഴുവൻ. ഹരി അവർ ഇനി എന്താണ് പറയുന്നത് എന്നതിന് കാതോർത്തു. സതീശേട്ടൻ ഇത് ആരുടെ കാര്യമായി പറയുന്നത്? ചോദിക്കുന്നത് അമ്മയാണ്. അവനെക്കുറിച്ച് തന്നെ. സുധീരൻ, ചന്ദ്രോത്ത് സുധീരൻ. അത് പറയുമ്പോൾ അച്ഛൻ്റെ സംസാരത്തിൽ വന്ന ദേഷ്യം മുകളിലിരുന്ന് തന്നെ ഹരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അയാളോ? അയാളാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സതീശേട്ടാ. അങ്ങനെയല്ല സംഗി, അവൻ ഈ സ്ഥലത്തിനോടൊരു നോട്ടം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് തിരിഞ്ഞു മറിഞ്ഞ് എൻ്റെ കൈകളിലേക്കാണ് എത്തപ്പെട്ടത്. പഴയ കാര്യങ്ങളൊന്നും അവൻ മറന്നു കാണില്ല. ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അയാൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. സംഗീതയും ഒരു നിമിഷം അങ്ങനെ തന്നെയാകും എന്ന് വിശ്വസിച്ചു. മുകളിൽ നിന്ന് ഇത് കേട്ട ഹരി ഒരു നിമിഷം ഒന്ന് ആശ്വസിച്ചു. പക്ഷേ അങ്ങനെ ആശ്വസിക്കുന്നതിൻ്റെ ഇടയിലും ഇനി അങ്ങോട്ട് അച്ഛനും ചന്ദ്രോത്ത് സുധീരനും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നത് അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി ബാക്കിയായി. തിരികെ ബാഗ് പാക്ക് ചെയ്ത് അവൻ ഇറങ്ങി. പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതൊരിക്കലും അച്ഛനെയും അമ്മയെയും മിസ് ചെയ്യും എന്നോർത്തല്ല, മറിച്ച് ഈ നാടിനെ മിസ് ചെയ്യുമല്ലോ എന്നോർത്ത് മാത്രമായിരുന്നു. തിരികെ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് അവളെ ഒന്ന് കണ്ടിരുന്നു എങ്കിലെന്ന് ഒരു മാത്രം ഹരി വെറുതെ ആഗ്രഹിച്ചു പോയി. പക്ഷേ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളെ കണ്ടില്ല. ചെന്നൈ എന്ന മഹാനഗരത്തിൽ ആകെ തിരക്കിൽപ്പെട്ടു പോയിരുന്നു ഹരിയുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം. ഹോസ്റ്റൽ ജീവിതവും പഠനവും അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോലിയും. മടുത്തു പോകുന്ന തരത്തിലായിരുന്നു ആ ജോലിയെങ്കിലും അതിജീവനത്തിന് അതവൻ അത്യാവശ്യം തന്നെയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നു പോയിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് ഒഴുക്കിൽപ്പെട്ടതുപോലെ ഹരിയും. അന്ന് വന്നതിൽ പിന്നെ അവന് നാട്ടിലേക്ക് പോകാൻ ഒരവസരം കിട്ടിയിട്ടില്ല. എങ്കിലും നാട്ടിൽ അച്ഛന് താൻ കൊടുത്ത പണി എങ്ങനെ പോകുന്നു എന്നവൻ സാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ. അതിൽ നിന്ന് ഒരടി പോലും അച്ഛനെ ഒന്ന് നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല സാഗർ ഇല്ലിക്കലുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് അച്ഛന് നഷ്ടമായി എന്നും ഒരു കരക്കമ്പി നാട്ടിലാകെ ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. എന്തുകൊണ്ടും അത് നല്ലത് തന്നെയാണെന്ന് ഹരിക്കും തോന്നി. പിന്നെ ഇതിനിടയിൽ ഹരിയുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നൊരു മുഖമുണ്ട്, വൈഗ. അങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഹരിയുടെ അവസാനത്തെ എക്സാം കൂടെ കഴിയും. റിസൾട്ട് വരാൻ ഏകദേശം ഇനിയും 1 മാസം കൂടെ പിടിക്കും. അതുകൂടെ വന്നു കഴിഞ്ഞ് സ്പോൺസിയോൺ ഉണ്ടാകും, വക്കീലായി എൻറോൾ ആവുന്ന ദിവസം. അതുകൂടി കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരികെ പോകാം എന്നാണ് ഹരി കരുതിയിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ എക്സാം കൂടെ കഴിഞ്ഞതും ഹരിക്ക് ലോകം കീഴടക്കിയതുപോലെയായിരുന്നു. വല്ലാത്തൊരു സമാധാനം. റിസൾട്ട് വരാൻ ഇനിയും 1 മാസം കൂടെയുണ്ട്. അവിടെയുള്ള ജോലി അതുവരെ കൂടെ തുടരാം എന്നവൻ കരുതി. ജോലിക്ക് പോകുന്നത് ഒരു ഹോട്ടലിലാണ്, വെയിറ്ററായിട്ട്. അങ്ങനെ ഒരു ദിവസം ഹരി അവിടെ ജോലി ചെയ്യുന്ന സമയം വൈകിട്ട് ഒരാൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അയാളുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത രീതിയിലായിരുന്നു. ശരിക്കും ഈ ഫോറിനേഴ്സൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ ആയിരുന്നു അയാളുടെ വേഷം. ഹരി നേരെ ഓർഡർ എടുക്കാൻ ചെന്നു. അയാളുടെ കയ്യിൽ ഒരു ക്യാമറ. അത് നല്ല വിലപിടിപ്പുള്ള ക്യാമറയാണെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ഓർഡർ എടുക്കാൻ ചെന്ന അവൻ അതറിയാതെ ക്യാമറ നോക്കി നിന്ന് പോയി. എക്സ്ക്യൂസ് മീ, അയാൾ അവനെ കൈഞ്ഞൊടിച്ചുകൊണ്ട് വിളിച്ചു. അപ്പോഴാണ് ഹരി പെട്ടെന്ന് ക്യാമറയിൽ നിന്ന് അയാളുടെ മേലേക്ക് നോട്ടം തിരിച്ചത്. വാട്ട് ഈസ് ഹിയർ ടു ഈറ്റ്? അയാളുടെ ചോദ്യം കേട്ടതും ഹരി ഒന്നും മിണ്ടാതെ മെനു കാർഡ് എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴും അവൻ്റെ ശ്രദ്ധ അത്രയും ക്യാമറയിൽ തന്നെയായിരുന്നു. അയാളുടെ രൂപവും മറ്റുമൊക്കെ കണ്ടിട്ട് അവന് അയാളൊരു നോർത്ത് ഇന്ത്യക്കാരനാണ് എന്നാണ് തോന്നിയത്. തനിക്കാണെങ്കിൽ ഹിന്ദി പറയാനോ എഴുതാനോ വായിക്കാനോ ഒന്നും വലിയ വശവുമില്ല. പിന്നെയും ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരു കൈ നോക്കാം. ബ്രിങ് 4 വീറ്റ് പൊറോട്ട ആൻഡ് 1 പനീർ ബട്ടർ മസാല. ഓക്കെ സാർ. എനി ഡ്രിങ്ക്സ്, ജ്യൂസ് ഓർ സംതിങ്? നോ, ഐ വിൽ സേ ലെറ്റർ. ഹരി മെനു കാർഡ് വാങ്ങി നേരെ ഉള്ളിലേക്ക് നടന്നു. അയാൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ചെന്നു നിന്നത് അരികിലിരിക്കുന്ന ക്യാമറയിലേക്ക് തന്നെയായിരുന്നു.
എന്തോ ഒന്ന് അവനെ വീണ്ടും അതിനെ നോക്കാനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യു ഹാവ് എ നൈസ് ക്യാമറ സാർ. അയാൾ അവനെ നോക്കിയതും അവൻ ഏതോ ലോകത്തെന്നതുപോലെ അയാളോടായി പറഞ്ഞു. അയാൾ അവനെ അത് കേട്ടതും അത്ഭുതത്തോടെ നോക്കി. ഹൗ ഓൾഡ് ആർ യു മാൻ? 22. യു ആർ എ നൈസ് മാൻ ടു. അയാൾ ചിരിയോടെ പറഞ്ഞു. അതിന് അവനും ചിരിച്ചു. ബില്ല് കൊടുത്ത് പോകാൻ നേരവും തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അയാൾ ഹരിയെ കൈ കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. ആർ യു ഇൻട്രസ്റ്റഡ് ടു ബി മൈ അസിസ്റ്റൻറ്റ്? അയാൾക്ക് അവനോട് എന്തോ കൗതുകം തോന്നി. അങ്ങനെ ഒന്ന് ചോദിച്ചതാണ്. ഒരു നിമിഷം ഹരി ഒന്ന് ആലോചിച്ചു. സർ, അവൻ എന്താണ് തിരികെ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൻ വാക്കുകൾക്കായി പരതി. യു ക്യാൻ സേ എനിത്തിങ് മാൻ. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഓൾസോ സേ ദാറ്റ്. അവൻ സംസാരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അയാൾ വീണ്ടും ചോദിച്ചു. ഐ എം ഇൻട്രസ്റ്റഡ് സാർ. ഒരു നിമിഷത്തിന് ശേഷം അവൻ ഉത്തരം പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നതിന് അവനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു ആകാംക്ഷ, കൗതുകം, അങ്ങനെ എന്തോ. അവിടെ നിന്നും അയാളുടെ കൂടെ യാത്ര തിരിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ താൻ എന്തിനാണ് പോകുന്നതെന്നോ അവന് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവൻ എന്തോ ഒരു ഉൾപ്രേരണയിൽ അയാളുടെ കൂടെ കൂടി. അയാൾ അവനോട് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അവൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി അവൻ്റെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്തെടുപ്പിച്ചു. മുംബൈ എന്ന മഹാനഗരത്തിലേക്കായിരുന്നു അയാൾ അവനുമായി പോയത്. എന്തോ ഒരു ആകാംക്ഷയിൽ അയാളുടെ കൂടെ പുറപ്പെട്ടുവെങ്കിലും ട്രെയിനിലിരിക്കുമ്പോൾ അവന് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. കാരണം എന്ത് ധൈര്യത്തിലാണ് താൻ അയാളുടെ കൂടെ ഒന്നും അറിയാതെ ഇങ്ങനെ പുറപ്പെട്ടതെന്നത് അവൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ തുടർന്നു. പോരാത്തതിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മുംബൈയിലേക്ക്. അവൻ്റെ ഉള്ളിൽ താൻ ഇതുവരെ മുംബൈ എന്ന നഗരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരുപാട് കഥകൾ മിന്നിമാഞ്ഞു. അവയിൽ കൂടുതലും അത്ര നല്ല കഥകളായിരുന്നില്ല. അത് അവൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനായി തന്നെ നിന്നു. ഡു യു ലൈക്ക് ഫോട്ടോഗ്രാഫി? കുറേ നേരത്തെ നിശബ്ദമായ ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ അയാൾ അവനോട് അതാണ് ചോദിച്ചത്. ഒരു നിമിഷം അവനൊന്ന് പകച്ചു. ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ പാഷനാണത്. വക്കീലാവുക എന്നത് കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഫോട്ടോഗ്രാഫിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ടപ്പോൾ അങ്ങനെ തന്നെ നോക്കി നിന്നത്. ഓഫ് കോഴ്സ് സാർ, ഇറ്റ്സ് മൈ പാഷൻ. അവൻ സന്തോഷത്തോടെ തന്നെയാണ് അതിനുത്തരം നൽകിയത്. വൈ ആർ യു നോട്ട് ആസ്കിങ് അബൌട്ട് മീ ഓർ എനിത്തിങ് ബോയ്? അയാൾ വീണ്ടും ചോദിച്ചു. അതിനുത്തരം എന്താണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അല്ലെങ്കിലും താൻ എന്തിനാണ് ഇയാളുടെ കൂടെ വന്നിരിക്കുന്നത്? ഐ ട്രസ്റ്റ് യു സർ. അല്പനിമിഷത്തിന് ശേഷം അവൻ്റെ ഉത്തരം എത്തി. അതിൽ അയാളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. വി ആർ ഗോയിങ് ടു മൈ ഓഫീസ് ഇൻ മുംബൈ നൗ ആൻഡ് എൽസ് ഐ വിൽ സേ ലേറ്റർ മിസ്റ്റർ. അയാൾക്ക് അവൻ്റെ പേരറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സംഭാഷണം പൂർത്തിയാക്കിയില്ല. ഹരിനാരായണൻ. ഓക്കെ ഹരി. അവൻ പറഞ്ഞു കൊടുത്തതും അയാൾ പുഞ്ചിരിയോടെ തിരികെ പറഞ്ഞു. യുവർ നെയിം സർ? കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ അങ്ങനെയൊരു കാര്യം ചിന്തിച്ചത്. ഐ എം ശ്രീറാം ആചാര്യ. അയാൾ പറഞ്ഞതും അതിനവനൊന്ന് തലകുലുക്കി. പിന്നീട് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനുണ്ടായില്ല. രാത്രി ഹരി ഇരുന്നുറങ്ങുമ്പോഴും അയാളുടെ കണ്ണുകൾ അവനിൽ തന്നെ ആയിരുന്നു. അങ്ങനെ രാത്രി മുഴുവനുള്ള യാത്രയ്ക്കൊടുവിൽ ട്രെയിൻ മുംബൈ എന്ന മഹാനഗരത്തിൽ വന്നു നിന്നു. തീർത്തും പരിചിതമല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അവിടെ അവനെ വരവേറ്റത്. ഇത്രനാളും താൻ കണ്ടിട്ടുള്ളതിൽ നിന്ന് ആകെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാട്. കേരളം പോലെയല്ല, തമിഴ്നാട് പോലെയോ അല്ല, ഇത് വേറെ ഏതൊക്കെയോ പോലെ. ഇന്ത്യ എന്ത് വിചിത്രമാണല്ലേ. അവനത് കണ്ടതും ഒരു വേള ചിന്തിച്ചു പോയി. ശ്രീറാം വിളിച്ചതും അവൻ അയാളുടെ കൂടെ പോയി. ഒരു ടാക്സി വിളിച്ചുകൊണ്ട് ആദ്യം ഒരു ഹോട്ടലിലായിരുന്നു അയാൾ പോയത്. അത്യാവശ്യം ആഡംബരമായ ഹോട്ടൽ തന്നെ. ഹരി അതെല്ലാം ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. അവിടെ പോയി അവനൊക്കെ ഒന്ന് ഫ്രഷായി. വി ഹാവ് ടു ട്രാവൽ 2 hours ഇൻ കാർ ടു റീച്ച് ദെയർ. ശ്രീറാം പറഞ്ഞതിന് അവൻ വീണ്ടും തലയാട്ടി. രണ്ടുപേരും ഒരുമിച്ച് കാറിലേക്ക് കയറി. അവൻ പുറത്തെ കാഴ്ചകൾ കാണുന്ന തിരക്കിലായിരുന്നു. തീർത്തും ജനങ്ങൾ മാത്രം തിങ്ങി നിൽക്കുന്ന നഗരം. വല്ലാത്ത തിരക്കാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെയൊക്കെ തിരക്ക് വളരെ കുറവാണെന്ന് പറയാം. അവനത് ഓർത്തു. 2 മണിക്കൂർ എന്ന് പറഞ്ഞ് അവൻ അംഗീകരിച്ചുവെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഹരി ഉറങ്ങിപ്പോയിരുന്നു. സ്ഥലത്തെത്തിയപ്പോൾ ശ്രീറാമാണ് അവനെ വിളിച്ചുണർത്തിയത്. അവൻ എഴുന്നേറ്റ് പതിവ് പോലെ അയാളുടെ കൂടെ തന്നെ നടന്നു. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് അവർ വന്നു നിന്നത്. അവൻ അതിനെ ഒന്നാകെ ഒന്ന് നോക്കി. ഇൻഫോ പാർക്ക് പോലെയൊക്കെയുള്ള വലിയൊരു കെട്ടിടം. തല മുഴുവനായിട്ട് ഉയർത്തി ആകാശത്തിലേക്ക് നോക്കും പോലെ നോക്കണം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാനായിട്ട്. ഹരി ഒരു തവണ ഒന്ന് തലയുയർത്തി അതിലേക്ക് നോക്കി. വെയിൽ കാരണം അത് തീർത്ത് കാണും മുൻപ് തന്നെ അവൻ തല താഴ്ത്തി കളഞ്ഞിരുന്നു. കം. അയാൾ അവനെ കൂട്ടി അതിനകത്തേക്ക് കയറി. അതിൻ്റെ ഉൾഭാഗം കണ്ട് ഹരി ആകെ ഞെട്ടിപ്പോയിരുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ആംബിയൻസ്. ലിഫ്റ്റിൽ കയറി 8ാമത്തെ നിലയിലേക്ക്. അവൻ അയാളുടെ ഒപ്പം ചേർന്ന് നടന്നു. അയാളിൽ നിന്ന് അകന്ന് നടക്കാൻ പോലും അവന് ഭയം തോന്നിപ്പോയി.
ഇത്ര നേരം ഇല്ലാതിരുന്നൊരു ടെൻഷൻ അവനെ പിടികൂടി. ഓരോന്ന് അവൻ ആലോചിച്ച് തീരും മുന്നേ അവർ 8ാമത്തെ നിലയിലേക്ക് എത്തിയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.